നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉറപ്പായി നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ഏറ്റവും വലിയ അഭിമാനം, വെറുമൊരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന അവസ്ഥയെക്കുറിച്ച്. ഉം, അതൊരു ഭയപ്പെടുത്തുന്ന ചിന്തയാണ് ശരിക്കും. അതെ, ഏത് പ്രതിസന്ധിയിലും തളരില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം, എന്താ പറയാ, ഒരു ചെറിയ ഭയത്തിന്റെ മുൻപിൽ അലിഞ്ഞില്ലാതാകുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയാണ്, നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന ആ നിങ്ങൾ അതല്ല എന്ന്. ശരിയാണ്. നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ പൂർണ്ണമായും തകർന്നടിയുന്ന നിമിഷം. അതെ അതെ, സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന, താനൊരു വഞ്ചകനാണെന്ന തോന്നലുള്ളിലുണ്ടാകുന്ന ആ ഭയാനകമായ നിമിഷം. ശ്രോതാവേ, ഇന്ന് നമ്മുടെ ഈ ആഴത്തിലുള്ള പുതിയ അന്വേഷണത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചരിത്രം കണ്ട ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നിനെക്കുറിച്ചാണ്. വളരെ അത്ഭുതകരമായ രീതിയിൽ ഉയിർത്തെഴുന്നേറ്റ ഒരാളുടെ കഥ കൂടി നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസത്തിലെ ആ കൃപ എന്ന അതിമനോഹരമായ ആശയത്തെ പത്രോസ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു വെറും ചരിത്ര സംഭവമല്ല കേട്ടോ. മനുഷ്യന്റെ വീഴ്ചകളെയും വീണ്ടെടുപ്പിനെയും കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ളൊരു പഠനമാണ് സത്യത്തിൽ ഇത്. അതെ, അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് വരാം. ഈ സംഭവം ആരംഭിക്കുന്നത് ജെറുസലേമിലെ കൊടും തണുപ്പുള്ള ഒരു രാത്രിയിലാണ്. യേശുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സമയം. ശരിക്കും ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നിരിക്കണം അവിടെ. തീർച്ചയായും. മഹാപുരോഹിതന്റെ മുറ്റത്ത് തണുപ്പകറ്റാൻ കത്തിച്ചുവച്ചിരിക്കുന്ന ഒരു മരക്കരു തീക്കുണ്ടം, അതിനു ചുറ്റും പടയാളികളും വേലക്കാരും നിൽക്കുന്നുണ്ട്. അവർക്കിടയിൽ സ്വന്തം മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ മറച്ചുപിടിച്ച് ഭയന്ന് വിറച്ചു നിൽക്കുന്നൊരാളുണ്ട്. മറ്റാരുമല്ല, സാക്ഷാൽ പത്രോസ്. ഈയൊരു രംഗം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇതിന് വെറും മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന മറ്റൊരു സംഭവമായി ചേർത്തുവെച്ചാണ്. കാരണം ആ ഒരു വൈരുദ്ധ്യത്തിലാണ്, അതായത് ആ ഒരു കോൺട്രാസ്റ്റിലാണ് ഈ കഥയുടെ യഥാർത്ഥ അർത്ഥം കിടക്കുന്നത്. അതെ അതെ, ആ അത്താഴത്തിന്റെ സമയത്ത് നടന്നത്. കൃത്യമായി വെറും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് മറ്റെല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് യേശുവിനോട് വളരെ ആത്മവിശ്വാസത്തോടെ പത്രോസ് വിളിച്ചു പറയുന്നത്. മരിക്കേണ്ടി വന്നാലും നിന്നോടൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ്. ശരിയാണ്. സ്വന്തം ധൈര്യത്തിലും സ്നേഹത്തിലും അത്രയേറെ വിശ്വാസമുണ്ടായിരുന്ന അതേ പത്രോസാണ് ഇപ്പോ ഒരു സാധാരണ വേലക്കാരിക്ക് മുൻപിൽ ഭയന്ന് വിറച്ച് ആ മുഖം മറച്ചു നിൽക്കുന്നത്. ഈ വൈരുദ്ധ്യം കാണിക്കുന്നത്, എന്താ പറയാ, നമ്മുടെ സ്വന്തം ശക്തിയിലുള്ള നമ്മുടെ അമിതമായ വിശ്വാസം എത്ര വേഗത്തിലാണ് തകർന്നു വീഴുക എന്നതാണ്. വൗ, മണിക്കൂറുകൾക്ക് മുൻപുള്ള ആ ധീരനായ നേതാവിൽ നിന്ന് ഈ ഭയന്നു നിൽക്കുന്ന സാധാരണക്കാരനിലേക്കുള്ള ദൂരം വളരെ ചെറുതായിരുന്നു എന്ന് തോന്നിപ്പോകും. അതെ, അവിടെ വെച്ച് പത്രോസിനോട് യേശു ഒരു കാര്യം പ്രവചിച്ചിരുന്നു. അതായത്, കോഴി കൂവുന്നതിന് മുൻപ് പത്രോസ് തന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന്. പത്രോസ് അപ്പോൾ അത് കേട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാണല്ലോ ഉണ്ടായത്. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അയാൾ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. തീർച്ചയായും. പക്ഷേ ആ തീക്കുണ്ടത്തിനരികിൽ വെച്ച് ആ പ്രവചനം യാഥാർത്ഥ്യമാകുകയാണ്. ആദ്യം ഒരു വേലക്കാരി വന്ന് ചോദിക്കുന്നു, നീയും അവനോടൊപ്പം ഉണ്ടായിരുന്നില്ലേ എന്ന്. പത്രോസ് അതുടനെ നിഷേധിക്കുന്നു. പിന്നെ മറ്റൊരു വ്യക്തി ചോദിക്കുന്നു. ഒടുവിൽ പത്രോസിന്റെ ആ ഗലീലിയൻ സംസാരശൈലി തിരിച്ചറിഞ്ഞ മറ്റൊരാൾ ഉറപ്പിച്ചു പറയുന്നു, തീർച്ചയായും നീ അവരിലൊരാളാണ് എന്ന്. അതെ, 3 തവണയും തനിക്ക് യേശുവിനെ അറിയില്ല എന്ന് പത്രോസ് ആണയിടുകയാണ്. സ്വന്തം ഗുരുവിനെ ശപിച്ചുകൊണ്ട് അയാൾ തള്ളിപ്പറയുന്നു. അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ഹൃദയഭേദമായ നിമിഷം സംഭവിക്കുന്നത്. 3ാമതും അയാൾ തള്ളിപ്പറഞ്ഞ ആ ഒരേ നിമിഷം തന്നെ ദൂരെ എവിടെയോ കോഴി കൂവുന്നു. ആ സമയത്ത് ആ മുറ്റത്തിന്റെ മറുഭാഗത്ത് പടയാളികളുടെ പിടിയിലായിരുന്ന യേശു പതുക്കെ തിരിഞ്ഞു പത്രോസിനെ നോക്കുന്നു. ഓ, ആ നോട്ടം! അതെ, ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു വാക്കുപോലും അവിടെ പറയുന്നില്ല, വെറുമൊരു നോട്ടം മാത്രം. എനിക്ക് തോന്നുന്നു ഏതൊരു മനുഷ്യന്റെയും സമനില തെറ്റിക്കാൻ പോകുന്ന ഒന്നാണത്. കാരണം നമ്മൾ ഒരാളോട് വലിയൊരു വഞ്ചന കാണിക്കുമ്പോൾ അവർ നമ്മളോട് തിരികെ ദേഷ്യപ്പെടുമെന്നാണ് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക, അല്ലേ? ശരിയാണ്. എന്നാൽ ആ നോട്ടത്തിൽ ദേഷ്യമോ കുറ്റപ്പെടുത്തലോ ഉണ്ടായിരുന്നില്ല. പകരം അതിയായ ദുഃഖവും അളവറ്റ സ്നേഹവും മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ വെള്ളത്തിനുമീതെ നടന്നവൻ സ്വന്തം നാണക്കേടിൽ മുങ്ങിപ്പോയി എന്നൊരു വാചകമാണ്. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. അതായത്,
താൻ വലിയൊരു സംഭവമാണെന്ന് കരുതിയ ഒരാൾ സ്വന്തം ഭീരുത്വത്തിനു മുൻപിൽ തകർന്നടിയുന്ന അവസ്ഥ. ശരിക്കും ഒരു വലിയ ഇമ്പോസ്റ്റർ സിൻഡ്രോം പോലെ. അതെ അതെ. ഇതിനെ മാനസികമായ ഒരു തലത്തിൽ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുകയോ അലറുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രതിരോധം തീർക്കാൻ കഴിയും. അതെ, നമുക്ക് നമ്മളെ തന്നെ ന്യായീകരിക്കാനൊരു കാരണം ലഭിക്കും. കൃത്യം. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നാം ഏറ്റവും വലിയ വഞ്ചന ചെയ്ത ഒരാൾ തിരികെ യാതൊരു ദേഷ്യവുമില്ലാതെ ആ സ്നേഹത്തോടെയും സങ്കടത്തോടെയും നമ്മളെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അത് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും തകർക്കും. തീർച്ചയായും. ആ ഒരു സ്നേഹം കലർന്ന നോട്ടമാണ് പത്രോസിലെ ആ വ്യാജമായ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയത്. ആ കുറ്റബോധത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാതെയാണ് അയാൾ ഇരുട്ടിലേക്ക് ഓടിപ്പോയി പൊട്ടിക്കരയുന്നത്. ആ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞ പത്രോസിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ ഭയാനകമാണ്. താൻ ഏറ്റവും സ്നേഹിച്ച ഗുരു കൊല്ലപ്പെടുന്നു. താനത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അവസാന നിമിഷം തള്ളിപ്പറയുകയും ചെയ്തു. ആ കുറ്റബോധത്തിന്റെ ഭാരം ചുമന്നുള്ള അടുത്ത 3 ദിവസങ്ങൾ എത്രത്തോളം വേദനിപ്പിക്കുന്നതായിരുന്നിരിക്കണം. അതെ, എന്നാൽ അവിടെയൊന്നും അവസാനിക്കുന്നില്ലല്ലോ. 3 ദിവസങ്ങൾക്ക് ശേഷം യേശു ജീവിച്ചിരിപ്പുണ്ട് എന്ന അവിശ്വസനീയമായൊരു വാർത്ത നഗരത്തിൽ പരക്കുന്നു. മഗ്ദലന മറിയം ഈ വാർത്തയുമായി പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്തേക്ക് ഓടിയെത്തുകയാണ്. കല്ലറ ശൂന്യമാണെന്ന വാർത്ത അവർ കേൾക്കുന്നു. ഇത് കേട്ട ഉടനെ പത്രോസ കല്ലറയിലേക്ക് ഓടുകയാണ്. അതെ, ഇടുങ്ങിയ തെരുവുകളിലൂടെയും വ്യാപാരികളെ വകഞ്ഞുമാറ്റിയും ആ പൊടി നിറഞ്ഞ വഴികളിലൂടെയുമുള്ള ഒരു ഭ്രാന്തമായ ഓട്ടം. യോഹന്നാൻ ആദ്യമെത്തിയെങ്കിലും അദ്ദേഹം കല്ലറയ്ക്ക് പുറത്തുതന്നെ നിന്നപ്പോൾ പത്രോസ് ഒരു മടിയും കൂടാതെ കല്ലറയ്ക്കുള്ളിലേക്ക് കടക്കുകയാണ്. പത്രോസിന്റെ ഈ പ്രതികരണം മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയെയാണ് ശരിക്കും കാണിക്കുന്നത്. യേശു അവിടെ ഉണ്ടായിരുന്നില്ല, അടുക്കി വെച്ചിരിക്കുന്ന ശീലകൾ മാത്രം അയാൾ അവിടെ കാണുന്നു. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. അതായത്, നമ്മൾ സാധാരണയായി കാണുന്ന ഒരു മനുഷ്യ സ്വഭാവമുണ്ട്. നമ്മൾ ഒരാളോട് ഒരു വലിയ തെറ്റ് ചെയ്താൽ അവരെ മുഖാമുഖം കാണാൻ നമ്മൾ ഭയപ്പെടും. തീർച്ചയായും. പ്രത്യേകിച്ച് അത്രയും ക്രൂരമായി തള്ളിപ്പറഞ്ഞൊരാൾ മരണത്തെ തോൽപ്പിച്ച് തിരികെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അയാൾ തന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്താൽ പത്രോസ് ശരിക്കും എവിടെയെങ്കിലും ഒളിക്കുകയല്ലേ വേണ്ടത്? എന്നിട്ടും പത്രോസ് എന്തിനാണ് കല്ലറയിലേക്ക് ഇത്ര തിടുക്കത്തിൽ യാതൊരു ഭയവുമില്ലാതെ ഓടിയത്? അതൊരു നല്ല ചോദ്യമാണ്. പത്രോസിന്റെ മനസ്സിലെ ആ അവസ്ഥയെ നമുക്ക് ഒരു പ്രതീക്ഷയുടെയും കുറ്റബോധത്തിന്റെയും യുദ്ധം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു യുദ്ധം. അതെ. ഒരു വശത്ത് താൻ ചെയ്ത വലിയ തെറ്റിന്റെ ഭയങ്കരമായ ഭാരം അയാളെ തളർത്തുന്നുണ്ട്. എന്നാൽ മറുവശത്ത് താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന, തനിക്ക് ഏറ്റവും വിലപ്പെട്ട ആ ഗുരു തിരികെ വന്നിട്ടുണ്ടാകുമോ എന്ന ആ നേരിയ പ്രത്യാശ. ശരിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ആ അവസാനത്തെ നോട്ടത്തിൽ ദേഷ്യമുണ്ടായിരുന്നില്ല എന്ന് പത്രോസിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രത്യാശയുടെ ശക്തി കുറ്റബോധത്തിന്റെ ഭയത്തേക്കാൾ വളരെ വലുതായിരുന്നു. അതാണ് അയാളെ കല്ലറയ്ക്കുള്ളിലേക്ക് ആദ്യം കയറാൻ പ്രേരിപ്പിച്ചത്. അതായത്, ഒളിച്ചോടുന്നതിന് പകരം നേരിട്ട് പോയി കാണുക. അതെ, യാഥാർത്ഥ്യം എന്താണെന്ന് നേരിട്ടറിയാനുള്ള ഒരു അധമ്യമായ ദാഹം, തന്റെ തെറ്റിന് ഒരു പരിഹാരം ലഭിക്കുമോ എന്ന വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ തിടുക്കം എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ ശൂന്യമായ കല്ലറ കണ്ടതിനു ശേഷം കുറെ ദിവസങ്ങൾ കടന്നുപോകുന്നു. പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്നത് ആ ഗലീലി കടൽത്തീരത്താണ്. അയാൾ തനിക്ക് ഏറ്റവും പരിചിതമായ ആ പഴയ മത്സ്യബന്ധന ജോലിയിലേക്ക് തന്നെ തിരികെ പോയിരിക്കുന്നു. ഇതെന്നെ ശരിക്കും ചിന്തിപ്പിച്ചു. ഒരു വലിയ സ്വപ്നവുമായി നഗരത്തിലേക്ക് പോയൊരാൾ തന്റെ ലക്ഷ്യങ്ങളെല്ലാം പരാജയപ്പെട്ട് വലിയൊരു പരാജയമായി മാറി. ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ വന്ന് ആ പഴയ ജോലി തന്നെ ചെയ്യാൻ തുടങ്ങുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതെ, പുതിയ കാര്യങ്ങൾ നേരിടാനുള്ള ഭയം കാരണം പഴയ സുരക്ഷിതത്വത്തിലേക്ക്, അതായത് തന്റെ ആ കംഫർട്ട് സോണിലേക്കുള്ളൊരു മടക്കം. കൃത്യമായി പറഞ്ഞാൽ പരാജയം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണത്. ജീവിതത്തിൽ വലിയൊരു തകർച്ച സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കേറ്റവും പരിചിതമായ, നമ്മൾ സുരക്ഷിതരാണെന്ന് തോന്നുന്ന പഴയ കാര്യങ്ങളിലേക്ക് തിരികെ പോവുക എന്നതാണ്. അതെ, പുതിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ വല്ലാതെ ഭയപ്പെടും. പത്രോസ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ലോകത്തെ മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ട ആ മനുഷ്യൻ വലിയൊരു പരാജയത്തിന് ശേഷം യേശുവിനെ വീണ്ടും കണ്ടുമുട്ടുന്നതിന് മുൻപുള്ള ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്നു. അവിടെ സുരക്ഷിതത്വമുണ്ടെന്ന് അയാൾ കരുതി. പക്ഷേ അവിടെയും അയാൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ലല്ലോ. അതെ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മത്സ്യം പോലും ലഭിച്ചില്ല.
സ്വന്തം തൊഴിലിൽ പോലും അയാൾ അവിടെ പരാജയപ്പെടുന്നു. ആ ഒരു വലിയ ശൂന്യതയ്ക്ക് നടുവിലാണ് പുലർച്ചെ ആ അത്ഭുതം സംഭവിക്കുന്നത്. കരയിൽ നിൽക്കുന്ന ഒരു അപരിചിതൻ അവരുടെ വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയെറിയാൻ ആവശ്യപ്പെടുന്നു. എന്തിനെന്നറിയാതെ അവർ അങ്ങനെ ചെയ്തപ്പോ വല പൊട്ടാത്ത വിധം നിറയെ മത്സ്യങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. ഈ അത്ഭുതം കണ്ടുടനെ ആ അപരിചിതൻ യേശുവാണെന്ന് കൂടെയുണ്ടായിരുന്ന യോഹന്നാൻ തിരിച്ചറിയുന്നു. അത് കേട്ടതും പത്രോസ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി കരയിലേക്ക് നീന്തുകയാണ്. അതെ, കരയിലേക്ക് നീന്തുന്ന പത്രോസിന്റെ ഉള്ളിൽ വീണ്ടും ആ പഴയ പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ കരയിലെത്തുമ്പോൾ പത്രോസിനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയായിരുന്നു. അവിടെ ഒരു മരക്കരി തീക്കുണ്ടം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചുട്ടെടുക്കുന്ന മത്സ്യവും അപ്പവും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കൃത്യമായൊരു വിശദാംശമുണ്ട്: ആ തീയുടെ ഗന്ധം. ഓ അതെ, ആ ഭാഗം ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. കാരണം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ തണുത്ത രാത്രിയിൽ മഹാപുരോഹിതന്റെ മുറ്റത്ത് കത്തിച്ചു വെച്ചിരുന്ന ആ തീയുടെ അതേ ഗന്ധമായിരുന്നിരിക്കണം ഇവിടെയും ഉണ്ടായിരുന്നത്. നമ്മുടെ തലച്ചോറ് ഗന്ധങ്ങളെ ഓർമ്മകളുമായി ബന്ധിപ്പിക്കുന്നത് വളരെ സവിശേഷമായ രീതിയിലാണ് എന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും. ഒരു പ്രത്യേക ഗന്ധം മതിമറന്നുപോയ പല ഓർമ്മകളെയും നിമിഷനേരം കൊണ്ട് തിരികെ കൊണ്ടുവരും. ആ കനൽ തീയുടെ ഗന്ധം പത്രോസിന്റെ ഉള്ളിലെ ആ പഴയ കുറ്റബോധത്തെയും ഭയത്തെയും വീണ്ടും അതിശക്തമായി ഉണർത്തിയിട്ടുണ്ടാകണം, അല്ലേ? ശരിയാണ്. മനുഷ്യന്റെ ഓർമ്മകളില് ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് ഗന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ തീയുടെ ഗന്ധം പത്രോസിനെ വീണ്ടും ആ രാത്രിയിലെ ഭയത്തിലേക്കും നാണക്കേടിലേക്കും ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. എന്നാൽ യേശു എന്തിനാണ് വീണ്ടും അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഒരുക്കിയത് എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം. അതെ, എന്തിനായിരിക്കും? അതൊരു വീണ്ടെടുപ്പിന്റെ തീയായിരുന്നു എന്നതാണ് സത്യം. പഴയ അതേ പശ്ചാത്തലം തന്നെ, അതേ ഗന്ധം തന്നെ, പുതിയൊരു തുടക്കത്തിനായി, ഒരു വലിയ മാറ്റത്തിനായി യേശു ഇവിടെ മനഃപൂർവ്വം ഒരുക്കുകയാണ്. കുറ്റബോധം തോന്നിയ അതേ സാഹചര്യത്തിൽ വെച്ചു തന്നെ ആ കുറ്റബോധത്തെ ഇല്ലാതാക്കാൻ. വാവ്! അതായത് ഒളിച്ചോടാൻ അനുവദിക്കാതെ ആ പഴയ മുറിവിലെ നേരിട്ട് അഭിമുഖീകരിക്കാൻ യേശു ആവശ്യപ്പെടുകയാണ്. കൃത്യമായി. അപ്പോൾ ഇതിൻ്റെല്ലാം അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, അടുത്തതായി സംഭവിക്കുന്ന ആ സംഭാഷണങ്ങളിലാണ് അതിൻ്റെ കൃത്യമായ ഉത്തരമുള്ളത്. ഭക്ഷണം കഴിച്ചതിനു ശേഷം ആ തീക്കനലിന് ചുറ്റും ഇരിക്കുമ്പോൾ യേശു പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുന്നു. യോനായുടെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പത്രോസ് വളരെ പതുക്കെ മറുപടി പറയുന്നു, അതേ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ യേശു പറയുന്നു, എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന്. പക്ഷേ യേശു അവിടെ നിർത്തുന്നില്ല. തുടർച്ചയായി 3 തവണ യേശു ഇതേ ചോദ്യം ആവർത്തിക്കുന്നു. അതെ, എനിക്കിവിടെ എന്താ പറയാ, ഒരു ചെറിയ ക്രൂരത തോന്നുന്നുണ്ട്. 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്നത് ആ പഴയ മുറിവിൽ വീണ്ടും കുത്തി നോവിക്കുന്നത് പോലെയല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോ അതൊരു ക്രൂരതയായി തോന്നാം. 3ാമത്തെ തവണയും യേശു ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസിന്റെ ഹൃദയം തകർന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതെ, വല്ലാതെ സങ്കടപ്പെട്ടു എന്ന് വായിക്കാം. കാരണം താൻ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞത് അതയാളെ ഓർമ്മിപ്പിച്ചു. ആ പഴയ മുറിവ് വീണ്ടും തുറക്കപ്പെട്ടു. പക്ഷേ അതയാളെ വേദനിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. അവിടെയാണ് നാം നേരത്തെ പറഞ്ഞ ആ കൃപ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു മാനസികമായ ശസ്ത്രക്രിയയായിരുന്നു എന്ന് ശരിക്കും പറയാം. മാനസികമായ ശസ്ത്രക്രിയ, അതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. യേശു അയാളുടെ പരാജയത്തെ ഓർമ്മിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ആയിരുന്നില്ല അവിടെ. മറിച്ച് 3 തവണ തള്ളിപ്പറഞ്ഞതിനെ 3 തവണ സ്നേഹം പ്രഖ്യാപിക്കാൻ അവസരം നൽകിക്കൊണ്ട് യേശു മയിച്ചു കളയുകയാണ്. അതായത് ക്യാൻസൽ ചെയ്യാണ്. അതെ അതെ. ഓരോ തവണ പത്രോസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അയാൾ മുമ്പ് പറഞ്ഞ എനിക്കവനെ അറിയില്ല എന്ന ഓരോ വാക്കും ഇല്ലാതാവുകയായിരുന്നു. പത്രോസിന്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള മുറിവിനെ സുഖപ്പെടുത്താൻ ഈ പ്രക്രിയ അത്യാവശ്യമായിരുന്നു. ശരിയാണ്. മാത്രമല്ല, വെറുതെ ക്ഷമിക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ തന്നെ തള്ളിപ്പറഞ്ഞ, പൂർണ്ണമായും പരാജയപ്പെട്ട ഒരാളെ വീണ്ടും വിശ്വസിച്ച് വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ട ആ ദൗത്യം
തിരികെ നൽകുകയാണ്. വാവ്. സാധാരണ ക്ഷമ എന്നത് പഴയ തെറ്റുകൾ മറക്കുന്നതാണ്. എന്നാൽ കൃപ എന്നത് ആ തെറ്റുകൾ ചെയ്ത വ്യക്തിയെ പഴയതിലും വലിയൊരു ദൗത്യത്തിന് യോഗ്യനാക്കി മാറ്റുന്നതാണ്. ആ വ്യത്യാസം വളരെ വലുതാണ്. വെറുമൊരു ക്ഷമിക്കലല്ല, അതൊരു വലിയ അംഗീകാരമാണ്. ശ്രോതാവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സാധാരണ വേലക്കാരിക്ക് മുന്നിൽ സ്വന്തം ജീവനോർത്ത് ഭയന്ന് നിന്ന, സ്വന്തം ഗുരുവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ആണയിട്ട ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയെ. ആ മനുഷ്യൻ പിന്നീട് ചരിത്രം കണ്ട ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായി മാറി. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ, രാജാക്കന്മാർക്കും ആയിരക്കണക്കിന് ജനക്കൂട്ടത്തിനും മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഇടയനായി അയാൾ മാറിയതെങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് കൃപയുടെ യഥാർത്ഥ ശക്തി. മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയങ്ങൾക്ക് പോലും ആ കൃപയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി പത്രോസിന്റെ ജീവിതം മാറി. തീർച്ചയായും. സ്വന്തം കഴിവിലുള്ള അമിതമായ വിശ്വാസത്തിൽ നിന്നാണ് പത്രോസ് വീണുപോയത്. എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് അയാൾ പഠിച്ച പാഠവും പിന്നീട് ലഭിച്ച ആ വീണ്ടെടുപ്പും അയാളെ എന്തിനേയും നേരിടാൻ പ്രാപ്തനാക്കി. സ്വന്തം കഴിവിലല്ല, മറിച്ച് തനിക്ക് ലഭിച്ച കൃപയിലാണ് അയാൾ പിന്നീട് വിശ്വസിച്ചത്. ആ പഴയ ഭീരുവായ പത്രോസ് ആ മരക്കരി തീക്കുണ്ടത്തിനു മുൻപിൽ മരിക്കുകയും ധീരനായ പുതിയൊരു പത്രോസ് അവിടെ ജനിക്കുകയും ചെയ്തു. എത്ര മനോഹരവും ചിന്തോദ്ദീപകവുമായ ഒരു പരിണാമം അല്ലേ? ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും വലിയൊരു തകർച്ചയിൽ നിന്ന് ചരിത്രം മാറ്റിയെഴുതിയ വലിയൊരു ദൗത്യത്തിലേക്കുമുള്ള പത്രോസിന്റെ ഈ യാത്രയാണ് നാം ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കിയത്. അതെ അതെ. കൃപ എന്നത് മതപരമായ വെറുമൊരു വാക്കല്ല. അത് മനുഷ്യനെ അടിമുടി മാറ്റുന്ന, പരാജയപ്പെട്ടവന് വീണ്ടും പറക്കാൻ ചിറകുകൾ നൽകുന്ന, തകർന്നടിഞ്ഞ ഹൃദയങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു അനുഭവമാണെന്ന് ഈ സംഭാഷണം നമ്മെ ശരിക്കും പഠിപ്പിക്കുന്നു. തീർച്ചയായും. പരാജയങ്ങൾ ഒരു മനുഷ്യന്റെയും അവസാനമല്ലെന്നും അവ വലിയ മാറ്റങ്ങൾക്കുള്ള, വലിയ ദൗത്യങ്ങൾക്കുള്ള ഒരുക്കമാണെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന അതേ കുറ്റബോധത്തിന്റെ തീക്കനലുകൾക്കരികിൽ വെച്ചു തന്നെ, ആ പഴയ ഗന്ധങ്ങൾക്ക് നടുവിൽ വെച്ചു തന്നെ നമുക്ക് പുതിയൊരു തുടക്കം ലഭിച്ചേക്കാം. വീഴ്ചകളുടെ ആഴം എത്ര വലുതാണോ അത്രയും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ കാത്തിരിപ്പുണ്ടെന്ന വലിയൊരു പാഠമാണിത്. അതെ. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രോതാവേ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ വലിയ വീഴ്ചകളെക്കുറിച്ചൊന്നുകൂടി ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ന് നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്ന, നിങ്ങൾ ലജ്ജിക്കുന്ന ആ വീഴ്ചകൾ, അവ തന്നെയാണ് നിങ്ങളുടെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യത്തിലേക്കുള്ള നിങ്ങളുടെ യോഗ്യതയെങ്കിൽ, നിങ്ങളുടെ പഴയ തെറ്റുകളെയും പരാജയങ്ങളെയും നിങ്ങൾ ഇനി മുതൽ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? ഈ ഒരു ചോദ്യം നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ചിന്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കൊപ്പം ഈ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. വീണ്ടും കേൾക്കാം, പുതിയ അറിവുകളോടെ, പുതിയ കാഴ്ചപ്പാടുകളോടെ.